നമസ്കാരം. ഒരു സ്പോർട്സ്മാൻ എന്ന നിലയിൽ ലോകകപ്പ് ഫുട്ബോളിനെ ഞാൻ എന്നും അത്ഭുതത്തോടെയാണ് നോക്കിക്കാണുന്നതെന്ന് ഇന്ത്യൻ ക്രിക്കറ്റ് താരം സഞ്ജു സാംസൺ ട്വീറ്റ് ചെയ്തു. ഫുട്ബോളിനെ കുറിച്ച് ക്രിക്കറ്റ് താരങ്ങൾക്ക് വളരെ മതിപ്പാണ്. നമ്മുടെ പ്രിയപ്പെട്ട സച്ചിൻ ടെണ്ടുൽക്കർ ആയാലും MS ധോണി ആയാലും കോഹ്ലി ആയാലും അതുപോലെ ഇനിയിപ്പോൾ സഞ്ജു ആയാലും ഇവർക്കെല്ലാവർക്കും ഒരുപടി കൂടുതൽ ഇഷ്ടം ഫുട്ബോൾ തന്നെയാണ്. പലപ്പോഴും ഇവർ ക്രീസിലേക്ക് ഇറങ്ങുന്നതിന് മുൻപ് തന്നെ പല പ്രാക്ടീസ് മാച്ചുകൾക്ക് മുൻപ് ഇവരെല്ലാവരും ഫുട്ബോൾ കളിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പ്രധാനമായും വിക്കറ്റ് കീപ്പർ കൂടിയായിട്ടുള്ള മുൻ ക്യാപ്റ്റൻ കൂടിയായിട്ടുള്ള MS ധോണി, അദ്ദേഹത്തിന് ഫുട്ബോളിനോട് വല്ലാത്ത തരം ഭ്രാന്താണ്. ഇനി എല്ലാവരും ഫുട്ബോളിന്റെ പിന്നാലെ തന്നെ നീങ്ങുന്നൊരു സമയത്താണ് സഞ്ജു കൂടി ഇത്തരത്തിൽ പുറകിലോട്ടല്ല എന്ന് തെളിയിച്ചിരിക്കുന്ന ഒരു ചിത്രം വരുന്നത്. ലോകവേദിയിൽ കായിക താരങ്ങളുടെ ആത്മസമർപ്പണവും പ്രതിഭയും അഭിനിവേശവുമെല്ലാം ആഘോഷിക്കപ്പെടുകയാണ്. ഫിഫ ലോകകപ്പ് ആവേശത്തിന്റെ ഏറ്റവും വലിയ ആഘോഷമാണ്. കിക്ക് ഓഫിനായി ആവേശത്തോടെ കാത്തിരിക്കുകയാണ് എല്ലാവരും. ലോകത്തെ ഏറ്റവും മികച്ച താരങ്ങളാണ് കപ്പിനായി മത്സരിക്കുന്നത്. വിവിധ രാജ്യങ്ങളെയും സംസ്കാരങ്ങളെയും ഒന്നിപ്പിക്കാൻ ലോകകപ്പിന് പ്രത്യേക കഴിവുണ്ട്. ഒരു ഫുട്ബോൾ ആരാധകൻ എന്ന നിലയിൽ അതെല്ലാം അനുഭവിക്കാനായി അക്ഷമയോടെ കാത്തിരിക്കുകയാണ് താനെന്ന് സഞ്ജു പറഞ്ഞു. തുടർച്ചയായ രണ്ടാം 2020 ലോകകപ്പ് കിരീടം നേടിയ ഇന്ത്യൻ ടീമിന്റെ ഹീറോയായിരുന്നു സഞ്ജു സാംസൺ. ഫൈനലിലും സെമി ഫൈനലിലും അടക്കം അവസാന 3 മത്സരങ്ങളിൽ അർദ്ധ സെഞ്ചുറി നേടി ടീമിനെ വിജയത്തിലെത്തിച്ച സഞ്ജു പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് ആവുകയും ചെയ്തു. ഇതിനു പിന്നാലെ IPL സീസണിലും സഞ്ജു തിളങ്ങി. ടൂർണമെന്റിൽ 2 സെഞ്ചുറി നേടിയ താരം ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ടോപ്പ് സ്കോററായിരുന്നു. ലോക കായിക രംഗത്തെ ഏറ്റവും വലിയ മാമാങ്കമായ ഫിഫ ഫുട്ബോൾ ലോകകപ്പിന് വേദിയൊരുങ്ങുമ്പോൾ കായിക പ്രേമികൾക്കിടയിൽ കൗതുകമുണർത്തുന്ന ടൂർണമെന്റിലെ വൻപൻ സമ്മാനത്തുകയും പിന്നാലെ എത്തുന്നു. ഇത്തവണ 48 ടീമുകളാണ്. 3 ആതിഥേയ രാജ്യങ്ങൾ, 16 സ്റ്റേഡിയങ്ങളിലായി 104 മത്സരങ്ങൾ എന്നിങ്ങനെയാണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ ലോകകപ്പിനായി ഫുട്ബോൾ ലോകം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. എന്നാൽ ഈ ടൂർണമെന്റിലെ സമ്മാനത്തുക ക്രിക്കറ്റിലെ ഏറ്റവും വലിയ ആഗോള ടൂർണമെന്റായ T20 ലോകകപ്പുമായി താരതമ്യം ചെയ്ത് നോക്കുകയാണ് ഇപ്പോൾ ആരാധകർ. അങ്ങനെ താരതമ്യം ചെയ്യുമ്പോൾ അമ്പരപ്പിക്കുന്ന സാമ്പത്തിക വ്യത്യാസമാണ് പ്രകടമാകുന്നത്. ഫിഫ കൗൺസിലിന്റെ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം 2026 ലോകകപ്പിനായി ആകെ $727 ദശലക്ഷം ആണ് നീക്കിവച്ചിരിക്കുന്നത്. ഇതിൽ വലിയൊരു പങ്ക്, അതായത് $655 ദശലക്ഷം, ഏകദേശം 5400 കോടിയിലധികം ഇന്ത്യൻ രൂപ ടൂർണമെന്റിൽ പങ്കെടുക്കുന്ന 48 ടീമുകൾക്കായി സമ്മാനത്തുകയുമായി മാത്രം വിതരണം ചെയ്യും. ഇത് കഴിഞ്ഞ ലോകകപ്പിനേക്കാൾ 50% കൂടുതലാണ്. ലോക ക്രിക്കറ്റിലെ ഏറ്റവും വലിയ ടൂർണമെന്റുകളിൽ ഒന്നായ T20 ലോകകപ്പിലെ സമ്മാനത്തുക ഫിഫ ലോകകപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ വലിയ അന്തരമാണുള്ളത്. 2026 T20 ലോകകപ്പിലെ ആകെ സമ്മാനത്തുകയുടെ പുൾ വെറും തന്നെ $11.25 മില്യൺ ആണ്.